അയ്യോ എന്താ പ്രശ്നം എന്നാ? പ്രശ്നം വേടനാണ് അല്ലേ ചേട്ടാ? വേടനല്ലേ പ്രശ്നം? ഈ വേടൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിന് തന്നെ കേസെടുക്കണമെന്ന ഒരു അഭിപ്രായം ആണ് എനിക്കുള്ളത്. ആ അങ്ങനെ ഒരു കാര്യം ചെയ്താലോ? നമുക്ക് നമ്മുടെ റോയൽ എൻഫീൽഡ് ഇല്ലേ, അവരുടെ 100 എന്നുള്ള വണ്ടി, അതിനെതിരെ കേസ് കൊടുത്താലോ? എൻഫീൽഡിന് ഒരു കേസ് കൊടുക്കാം. കാര്യം സംഭവം ഉപയോഗിച്ച് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലെ വേട്ടക്കാരൻ വേടൻ എന്നൊക്കെയാണല്ലോ, അത് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. ഈ വേടൻ അല്ലെങ്കിൽ വേടർ സമുദായം എന്ന് പറയുന്ന ആദിവാസി സമുദായം പെട്ടവരാണല്ലോ. ഇതൊക്കെ പണ്ട് കാലത്തായിരുന്നു ഇത്തരം ജാതിപരമായിട്ടുള്ള വൈജാത്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പണ്ട് കാലത്ത് 150 വർഷങ്ങൾക്ക് മുന്നേ. കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? അല്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷമൊന്നും ആയിട്ടില്ലല്ലോ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയല്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. ഈ വരികളുടെ അർത്ഥം എന്താ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താ അർത്ഥം? എന്താ അർത്ഥമൊന്നുമില്ല. ഇത് വായി തോന്നുന്നത് കോതയ്ക്ക് വട്ടം എന്ന് പറയുന്നത്. ഇതാ നിങ്ങളെ പൊട്ടാ വിളിക്കുന്നത്. ഒരു കാര്യം അറിയില്ലെങ്കിൽ പിന്നെ അപ്പൊ തന്നെ അർത്ഥമൊന്നും ഇല്ല എന്ന് പറഞ്ഞേക്കല്ലോ. അത് സിനിമയാണ്, അതിന് കൃത്യമായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് അർത്ഥം മനസ്സിലാവുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, അതാ പ്രശ്നം. ശരിക്കും ഈ അടിമത്തോലുണ്ടോ എന്തോ? അതിനെന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അടിമത്തം എന്ന കാര്യത്തിനെ ഒരു പ്രസക്തിയില്ല. അതല്ലേ, പക്ഷെ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണല്ലോ പറയുന്നത് കേൾക്കുന്നത്. ഇതിൽ അടിമത്തം എവിടെയാണുള്ളത്? ഓക്കെ അല്ലേ ചേച്ചി, എന്താ ഈ പാട്ടിനോട് ഇത്ര ബുദ്ധിമുട്ട് വരാൻ കാരണം? പാട്ട് മനസ്സിലാവാത്തോണ്ടാണോ? എന്താ അതിന്റെ പ്രശ്നം? എന്താ കാട് കെട്ടവന്റെ നാട്ടിൽ പോട്ടെ അടുത്ത പറ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് ഉറക്കെ പാടിയപ്പോൾ മധുവിനെ കുറിച്ച് പതുക്കെ പാടി. അതെന്തിനാണ് മധുവിനെ കുറിച്ച് പതുക്കെ പാടിയത്? മധുവിനെ കുറിച്ച് കുറച്ചുകൂടി ഉറക്കെ പാടണം. അത് ചേച്ചിക്ക് വിഷമല്ല പാടി. അതുപോലെ തന്നെ ഈ മരിച്ച 2 ചെറിയ പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾക്ക് നീതി കിട്ടാനായിട്ട് കുറച്ചുകൂടി ഉറക്കെ പാടണം. അതൊക്കെയാണ് റാപ്പർ വേടൻ ചെയ്യേണ്ടത്. പറഞ്ഞു വരുമ്പോൾ ഇവരെല്ലാവരും ഒരേ പോയിന്റിലേക്ക് തന്നെയാണ് എത്തുന്നത്. 2 ദിവസം മുമ്പ് വേറൊരു മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏത് ഈ തനതായ കലാരൂപങ്ങളെ പറ്റിയൊക്കെ. തനതായ എത്ര കലാവിഭാഗങ്ങൾ അവർക്കുണ്ട്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരനെയും പട്ടികവർഗക്കാരനെയും തനതായ കലാരൂപം. വേടൻ എങ്ങനെ പാടണം, എന്ത് പാടണം എന്നുള്ളത് അവരുടെ തനത് കലാരൂപങ്ങളിൽ കൂടി മാത്രമേ പുറത്തു വന്നോടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരനെയും പട്ടികവർഗക്കാരനെയും തനതായ കലാരൂപം. ആടിക്കളിക്കടാ കുഞ്ചിരാമ, ചാടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞെന്താ? ആടിക്കളിക്കടാ കുഞ്ചിരാമ ആവട്ടെ, പോട്ടെ മുമ്പോട്ട് പോട്ടെ. വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ 10,000-ങ്ങളെ തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട്. ഈ പറഞ്ഞൊരു കാര്യം കേട്ടോ, അതായത് 3000-ഓളം ആളുകളെ സ്റ്റേജിലേക്ക് എത്തിച്ചിട്ട് അവിടെ ചാടിക്കളിക്കാൻ പറഞ്ഞുള്ളത്. ഈ ചാടിക്കളിച്ച കൂട്ടത്തിൽ 1-2 ഒക്കെ നമ്മളും ഉണ്ടാവും അല്ലേ? അല്ല, ഈ റാപ്പ് കേൾക്കാൻ പോകുന്നതും ആ റാപ്പ് സംഗീതം ആസ്വദിക്കുന്നതൊക്കെ ഇത്രയും വലിയ തെറ്റാണല്ലേ? എനിക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പം നമ്മളെയാണ് ഈ പറഞ്ഞ ഏതാ ചാടിക്കളിക്കര കുട്ടിരാമ ഓടിക്കളിക്കര കുട്ടിരാമ എന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പൊ എല്ലാ കുട്ടിരാമന്മാർക്കും അടുത്തൊരു കഥയായിട്ട് വീണ്ടും കാണാം. വേറെ കാര്യം എന്നറിയോ, ഈ രാഷ്ട്രീയവും സംഗീതവും തമ്മിൽ യാതൊരു ബന്ധവും എന്നുള്ളതും നമ്മളൊക്കെ കുറച്ച് പാട്ടൊക്കെ കേട്ട് പോട്ടെ എന്നുള്ളതെങ്കിലും റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിലനിന്ന് പോകുമായിരിക്കും.